ടേക്കിംഗ് ദ എക്സാം. എക്സാം ഹാളിൽ ഇരുന്നും നിങ്ങൾക്ക് കൂൾ ഓഫ് ടൈം സ്കൂളിൽ മാത്രമേ ഉള്ളൂ. കോളേജിൽ നിങ്ങൾ മുതിർന്ന കുട്ടികളാണ്, നിങ്ങൾക്ക് എല്ലാം അറിയാമെന്നുള്ളതുകൊണ്ടാണ് കൂൾ ഓഫ് ടൈം തരാത്തത്. ആദ്യ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ ഹാവ് എ വെരി ക്വിക്ക് റീഡിങ്. 1 മിനിറ്റ് അല്ലെ 2 മിനിറ്റ് എടുത്തിട്ട് ഒന്ന് സ്കിം ചെയ്യുക, മുഴുവൻ വായിക്കേണ്ട ആവശ്യമില്ല. ഏതൊക്കെ ക്വസ്റ്റ്യൻ ഏതൊക്കെ ഭാഗത്തുനിന്നാണ് വന്നതെന്ന്. അത് എന്തിനാ വെച്ചാൽ നിങ്ങളെ മനസ്സിന് ഈ ഉത്തരങ്ങളൊന്ന് റീഅറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ വായന എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. കഴിയുന്നത്ര ക്രോണോളജിക്കലായിട്ട് എഴുതുക. ഉദാഹരണമായിട്ട് ആദ്യത്തെ 10 മൾട്ടിപ്പിൾ ചോയ്സ് അത് ഒരുമിച്ച് മാത്രമേ എഴുതാൻ പാടുള്ളൂ. അല്ലാണ്ട് 8 എണ്ണം ഇവിടെ എഴുതി, ചില കുട്ടികളുണ്ട് 1, 6, 7, 9, 11 ഇവിടെ എഴുതും. അപ്പുറത്ത് പോയിട്ട് 5, 6, അതിന് കുറെ കൂടി അപ്പുറത്ത് പോയിട്ട് 10, 11 ഇങ്ങനെ എഴുതുമ്പോൾ എന്താ വെച്ചാൽ അധ്യാപകന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ നിങ്ങൾ നമ്പർ ഒരുമിച്ചിടുക. ക്വസ്റ്റ്യനിലേക്ക് വന്നാലും ഓർഡറിൽ കഴിയുന്നത്ര എഴുതുക. എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് അറിയണമെന്നില്ല. അറിയുന്ന ചോദ്യങ്ങൾ ഓർഡറിൽ തന്നെ എഴുതുക. ബാക്കി ചോദ്യങ്ങൾ അവിടെ വിടുക. ഇനി വേറൊരു സ്ഥലത്ത് പോയിട്ട് അടുത്ത ബഞ്ചായിട്ട് എഴുതുക. നടുക്ക് ഓരോന്നായിട്ട് എഴുതരുത്. പാരഗ്രാഫിനും എസ്സേക്കും അങ്ങനെ ഓർഡർ ഇല്ല, നിങ്ങൾക്ക് എങ്ങനെ വേണേൽ എഴുതാവുന്നതാണ്. ഒരു പാരഗ്രാഫ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു പേജിൽ എഴുതാം. അപ്പൊ അതിലേക്ക് ഞാൻ വരാം. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് 10 എണ്ണം എഴുതുക, അത് ഒരുമിച്ച് എഴുതുക. ഷോർട്ട് ക്വസ്റ്റ്യൻ 12 എണ്ണം ഉണ്ടാവും, അതിൽ 10 എണ്ണം എഴുതണ്ടോ നിങ്ങൾ. നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സസ് എഴുതാം, സമയം ഉണ്ടെങ്കിൽ. സമയം മറ്റേത് പോകില്ല എന്നൊരു എക്സസ് എഴുതാം. എക്സസ് എഴുതുമ്പോൾ എന്താ ഉണ്ടാവുക വെച്ചാൽ നിങ്ങൾ ഒന്ന് എക്സ്ട്രാ എഴുതി കഴിഞ്ഞാൽ ഞങ്ങൾ ഏറ്റവും ബെസ്റ്റ് 10 എടുക്കും, ഒന്ന് കളയും. അപ്പൊ ഏറ്റവും മികച്ച, അപ്പോൾ ഏതെങ്കിലും ഒരു ചോദ്യം അതിന്റെ ലോജിക്ക് എന്താന്ന് പറഞ്ഞാൽ, ഒരു ചോദ്യം നിങ്ങൾ എഴുതിയപ്പോൾ നിങ്ങൾക്ക് തോന്നി അത് അത്ര ശരിയായിട്ടില്ല എന്ന് തോന്നിയാൽ ഒന്നുകൂടി എഴുതുക. അങ്ങനെയാകുമ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾക്ക് ബെസ്റ്റ് ഓഫ് 10 കിട്ടും. കാരണം ഞങ്ങൾ 12 ചോദ്യം ഒരു കുട്ടി എഴുതിയിട്ട് 12 എണ്ണം വാല്യൂ ചെയ്യുകയും അതിൽ ഏറ്റവും മികച്ച 10 എണ്ണം മാർക്ക് കിട്ടിയ 10 എണ്ണം എടുക്കുകയും മാർക്ക് കുറഞ്ഞ 2 എണ്ണം ഒഴിവാക്കുകയും ചെയ്യും. ഇതാണ് അതിൻ്റെ ഒരു ലോജിക്ക്. പാരഗ്രാഫ് ക്വസ്റ്റിനിലേക്ക് വരുമ്പോൾ 4 എണ്ണം എഴുതേണ്ട 6 എണ്ണം എടുക്കും. പാരഗ്രാഫ് ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ ആലോചിച്ചിട്ട് എഴുതണം. നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് അറിയുന്ന 4 എണ്ണം എടുക്കണം. അതിൽ നിങ്ങൾക്ക് ആകെ 4 എണ്ണം അറിയുമെങ്കിൽ പിന്നെ ചോയ്സ് ഇല്ല. 6 അറിയെങ്കിൽ ഏറ്റവും നന്നായിട്ട് അറിയുന്ന 4 എണ്ണം സെലക്ട് ചെയ്യുക. എസ്സേ അതുപോലെ തന്നെ 4 എസ്സേ തരും, 2 എണ്ണം എഴുതുന്നുണ്ട്. ഏറ്റവും നന്നായിട്ട് അറിയുന്ന എസ്സേ എഴുതുക. ഇനിയിപ്പോൾ ഏറ്റവും നന്നായി പഠിക്കുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, 4 എസ്സേയും നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ഏത് എസ്സേ എഴുതുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ എസ്സേ എഴുതാതെ നിങ്ങൾ എന്ത് എഴുതുക, കുറച്ച് വിഷമമുള്ള എസ്സേ, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള എസ്സേ എഴുതുക. നല്ലോണം മാർക്ക് വാങ്ങുന്ന കുട്ടികൾക്ക്. കാരണം എന്താ വെച്ചാൽ, ഞാനൊരു ദിവസം 20 പേപ്പർ നോക്കുക, അല്ലെങ്കിൽ 15 പേപ്പർ നോക്കുകയാണെങ്കിൽ ഏറ്റവും നന്നായിട്ട് ഉത്തരം എഴുതിയൊരു കുട്ടിയുടെ പേപ്പറാണ് ഞാൻ ആദ്യം വാല്യൂ ചെയ്യുന്നതെങ്കിൽ അതിന് ഞാൻ 15ൽ 10 മാർക്ക് ഇട്ടാൽ അതേ ഉത്തരം എഴുതിയ 15ാമത്തെ കുട്ടിക്ക് ഞാൻ 8 മാർക്ക് എഴുതും, അല്ലെ 7 മാർക്ക് എഴുതും. കാരണം ഒരേ ഉത്തരങ്ങൾ ആവർത്തിച്ച് വായിക്കുമ്പോൾ എനിക്ക് ബോറടിക്കും. അത് ആർക്കായാലും ഉണ്ടാവും, നിങ്ങൾക്കായാലും എനിക്കായാലും ഉണ്ടാവും. അപ്പോൾ ഏറ്റവും നല്ലോണം സ്കോർ ചെയ്യുന്ന കുട്ടികൾ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ അവർക്ക് 4 ക്വസ്റ്റ്യനും അറിയെങ്കിൽ അതിൽ ഏറ്റവും വിഷമുള്ള ചോദ്യത്തിന് ഉത്തരം എഴുതിയാൽ കൂടുതൽ മാർക്ക് കിട്ടുന്ന സാധ്യതയുണ്ട്. കാരണം ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ആൻസർ വരുമ്പോൾ വായിക്കുന്ന ആൾക്കാർക്ക് സന്തോഷമായിരിക്കും. എന്ന് വെച്ച് നിങ്ങൾക്ക്, ഞാനത് പറഞ്ഞ സ്ഥിതിക്ക് ഏറ്റവും വിഷമുള്ള ആൻസർ എഴുതി കൊളാക്കരുത്. നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രം അത് എഴുതുക. കാരണം ഓരോരോ കുട്ടികളുടെ രീതികൾ വ്യത്യാസമായിരിക്കും. നെക്സ്റ്റ്, മൾട്ടിപ്പിൾ ചോയ്സ് എങ്ങനെ എഴുതുക? മൾട്ടിപ്പിൾ ചോയ്സിൽ എല്ലാ ക്വസ്റ്റ്യനും എഴുതണം, ചോയ്സ് ഇല്ല. അതുകൊണ്ട് പ്രത്യേകമായിട്ട് എല്ലാ ക്വസ്റ്റ്യനും എഴുതാൻ ശ്രദ്ധിക്കണം. ആദ്യം നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് അറിയുന്നത് എഴുതുക. അറിയാത്ത ക്വസ്റ്റ്യൻ വേണമെങ്കിൽ അവിടെ വിട്ട് വെക്കുക, പിന്നീട് വന്ന് ഫില്ല് ചെയ്താൽ മതി, പ്രശ്നമൊന്നുമില്ല. 5 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വരെ, 5 മിനിറ്റോട് തീർക്കുന്ന ഏറ്റവും നല്ലത്. ആകെ നിങ്ങൾക്ക് വേർഡ്സ് മാത്രമേ എഴുതുള്ളൂ. അറിയാത്തത് അപ്പം തന്നെ വിട്ടേക്കുക, അതിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ മാർക്ക് ചെയ്ത് വെക്കുക, തിരിച്ചു വന്ന് പിന്നീട് സമയം ഉണ്ടെങ്കിൽ ഫില്ല് ചെയ്യുക. ആൻസർ ബൈ റൈറ്റിംഗ് എ വേർഡ് ഓഫ് ഫ്രേസ് ഓൺലി. ഒരു കാരണവശാലും അവിടെ എക്സ്പ്ലനേഷൻ കൊടുക്കരുത്. ജസ്റ്റ് റൈറ്റ് ദ വേർഡ്. ABC എന്ന് എഴുതുന്നത് എനിക്ക് യോജിപ്പില്ല. ABC എഴുതുമ്പോൾ പിന്നെ ടീച്ചേഴ്സിന് വലിയ ബുദ്ധിമുട്ടാണ് വാല്യൂ ചെയ്യുക. അപ്പോൾ കഴിയുന്നത്ര നിങ്ങൾ ആ വേർഡ് തന്നെ എഴുതാൻ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് അവസാനം അറിയാത്തതുണ്ടെങ്കിൽ ഇന്റലിജന്റ് ആയിട്ട് ഗസ് ചെയ്യാം, അല്ലാണ്ട് ഒരു ക്വസ്റ്റ്യൻ വിടരുത്. കാരണം IIT-ലൊക്കെ നിങ്ങൾ പഠിപ്പിക്കുന്ന രീതി എന്താ വെച്ചാൽ ഡിഡക്റ്റീവ് റീസണിങ് എന്നാണ് പറയുക. നിങ്ങൾ തെറ്റുത്തരങ്ങൾ ആദ്യം കണ്ടുപിടിച്ച് ഒഴിവാക്കും, എന്നിട്ട് ശരിയിലേക്ക് വരുന്ന രീതി ഉണ്ട്. അപ്പൊ അത് വിശദമായിട്ട് പറയാൻ സമയമില്ല. അതായത് നിങ്ങൾക്ക് ഏറ്റവും തീരെ അറിയാത്തത് നോക്കിക്കഴിഞ്ഞാൽ സാഹചര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ഇന്റലിജന്റ് ആയിട്ട് ഒരു ഗസ് നടത്തുക. ഗസ് നടത്തിയിട്ട് എഴുതുക. ഒരു ക്വസ്റ്റ്യനും വിടരുത്. അറിയില്ലേ പോലും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റിൽ ഒരു ചോയ്സ് എഴുതിയേക്കണം. കാരണം അഥവാ അത് ശരിയാണെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. പോയാൽ പോയി, മാർക്ക് കിട്ടില്ല എന്നല്ലേ ഉള്ളൂ, പ്രശ്നമൊന്നുമില്ല. വിടുന്നതിനെക്കാട്ടും എപ്പോഴും നല്ലത് ഫില്ല് ചെയ്യുന്നതാണ്. അപ്പൊ മൾട്ടിപ്പിൾ ചോയ്സിൽ ഒരു കാരണവശാലും ക്വസ്റ്റ്യൻ വിടരുത്. ഓൾവേസ് റിമെമ്പർ ടു ഫിൽ യുവർ ആൻസർ. നൗ ഷോർട്ട് ക്വസ്റ്റ്യൻ. 10 ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്, ഞാൻ നേരത്തെ പറഞ്ഞു 20 മാർക്കാണ്. ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ് ഇൻ ഓർഡർ ടു ദ പോയിന്റ്. ആൻസർ ടു ദ പോയിന്റ്. പരമാവധി നിങ്ങൾ 2 സെന്റൻസ് എഴുതാൻ പാടുള്ളൂ. അതിലേക്ക് ഞാൻ വരാം. ആൻസർ ദോസ് ഹു നോ ഫസ്റ്റ് വെരി വെൽ ഫസ്റ്റ്.
നന്നായിട്ട് അറിയുന്ന ആൻസർ ആദ്യം എഴുതുക. നമ്പർ ഇടുന്ന കാര്യം വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾ ഓർഡറിൽ എഴുതുന്ന വെച്ചാൽ പ്രശ്നമില്ല. ഓർഡർ തെറ്റിച്ചെഴുതുന്നെങ്കിൽ നമ്പർ ഇടുന്നത് വളരെ വളരെ ശ്രദ്ധിക്കണം. ഈ നമ്പർ തെറ്റിപ്പോയാൽ നോക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. എല്ലാ അധ്യാപകരും ഒരേപോലെ വാല്യൂ ചെയ്യുന്ന ആൾക്കാരല്ല എന്ന് പ്രത്യേകം പറയാം. കുട്ടികളെ പോലെ തന്നെ അധ്യാപകരും വളരെ വ്യത്യസ്തരാണ്. ക്രൊണോളജിക്കൽ ഓർഡർ കഴിയുന്നതും മെയിൻറ്റെയിൻ ചെയ്യുക. ഇനി നിങ്ങൾക്ക് തീരെ പറ്റുന്നില്ലെങ്കിൽ അത് ജമ്പിൾ ചെയ്തിട്ട് എഴുതുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ കഴിയുന്നത്ര ഓർഡറിൽ തന്നെ എഴുതാൻ ശ്രദ്ധിക്കുക. 20 മിനിറ്റ്സ് ആണ് നിങ്ങൾക്ക് പരമാവധി സമയം തന്നിട്ടുള്ളത് ഈ 10 എഴുതാൻ വേണ്ടിയിട്ട്. 20 മിനിറ്റ്സ് കൊണ്ട് തന്നെ തീർക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ ഇവിടെ സമയം എടുത്താൽ അപ്പുറത്ത് കുറയും. ഒരു കാരണവശാലും 2 സെന്റൻസ് കൂടുതൽ എഴുതരുത്. അധിക ക്വസ്റ്റ്യനും വൈ അല്ല, വാട്ട്, ഹൂ, വെൻ, വേർ, ഈ ക്വസ്റ്റ്യൻ ഒക്കെ തന്നെ 2 സെന്റൻസ് പരമാവധി മതി. ഒരു സെന്റൻസ് ആയാലും കുഴപ്പമില്ല. വാട്ട് ഈസ് ദ നെയിം ഓഫ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെയിം മാത്രം എഴുതിയാൽ മതി. ഹൗ, വൈ, എക്സ്പ്ലെയിൻ, ഈ 3 ചോദ്യങ്ങൾ വരുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് കൂടുതൽ സമയം വേണ്ടത്. കഴിയുന്നത്ര അത്തരം ചോദ്യങ്ങൾ ഒഴിവാക്കുക. കാരണം നമുക്ക് സമയം സേവ് ചെയ്യുക. ഇനിയിപ്പോൾ അത് എഴുതുകയാണെങ്കിൽ തന്നെ പരമാവധി 3 സെന്റൻസിൽ ഒതുക്കുക. അതിൽ കൂടുതൽ എഴുതരുത്. ഒരു കാരണവശാലും ഒരു പാരഗ്രാഫായിട്ട് ആൻസർ എഴുതരുത്. ഇത് ഞാൻ പറയുമ്പോൾ ഇന്നലെ ഒരു കുട്ടി പറഞ്ഞിരുന്നു സയൻസിൽ അവർക്ക് കുറേ എഴുതണം എന്ന് പറയുന്നുണ്ട്. സയൻസിൽ അങ്ങനെ പറയുന്നുണ്ട്, അങ്ങനെ എഴുതുക. ഞാൻ പറയുന്ന ഇംഗ്ലീഷ് പേപ്പറിന്റെ മാത്രം കാര്യമാണ്. നിങ്ങളിപ്പോൾ എഴുതാൻ പോകുന്ന ഇംഗ്ലീഷ് പേപ്പറിന്റെ മാത്രം കാര്യമാണ് പറയുന്നത്. സയൻസിൽ അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന വേറൊരു സബ്ജക്റ്റിൽ ലോങ് ആൻസർ എഴുതാന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങൾ ലോങ് ആൻസർ എഴുതുക. കാരണം അവിടെ അത് പഠിപ്പിക്കുന്ന ടീച്ചർമാർ പറയുന്നതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് ഞാൻ പറയുന്നത് ഇംഗ്ലീഷിന്റെ മാത്രം കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ സബ്ജക്റ്റിനും വ്യത്യസ്തമായ രീതികളിലായിരിക്കും പരീക്ഷ എഴുതാനുള്ള ടെക്നിക്ക് ഉണ്ടാവും. പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് 4 എഴുതേണ്ടത് 20 മാർക്കാണ്. പുട്ട് ഔട്ട് ദോസ് വിച്ച് ആർ കോൺഫിഡൻറ്റ് ആൻഡ് ആൻസർ ഫസ്റ്റ് ഇൻ എനി ഓർഡർ. ഏത് ഓർഡറിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യുക. ഏറ്റവും നന്നായിട്ട് അറിയുന്നത് ആദ്യം ആൻസർ ചെയ്യും. അത് കുറച്ച് അറിയാത്തത് ആലോചിച്ച് എഴുതേണ്ടതൊക്കെ പിന്നീടേക്ക് മാറ്റി വയ്ക്കുക. കാരണം പാരഗ്രാഫ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എവിടെ എഴുതാം. പ്രിഫറബിളി എൻ്റെ ഒരു അഭിപ്രായം എന്താ വെച്ചാൽ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ഫ്രഷ് ആയിട്ടുള്ള ഒരു പേജിൽ തുടങ്ങും. ആ ഒരു പേജ് മാത്രമേ എഴുതുള്ളൂ. ഒരു പേജിൽ യൂണിവേഴ്സിറ്റിയിൽ പേജിൽ 18 വരി ഉണ്ടാവും, 18 റൂൾഡ് ലൈൻസ് ഉണ്ടാവും. അത്രയും എഴുതുമ്പോൾ നിങ്ങൾ ഏകദേശം 100 വാക്ക് 120 വാക്ക് എഴുതും. ഒരു പേജ് എഴുതിയാൽ ധാരാളം മതി. ഇനി നിങ്ങൾക്ക് അഥവാ കുറച്ചുകൂടി എഴുതാൻ തോന്നിയാൽ ഒരു 1/4 പേജും കൂടെ, ഒരു 4-5 വരിയും കൂടി അപ്പുറത്തെ പേജിലേക്ക് എഴുതുക. പരമാവധി കഴിയുന്നത്ര ഒരു പേജിൽ തന്നെ നിർത്താൻ നോക്കുക. അങ്ങനെയാകുമ്പോൾ ഓരോ പേജിലും ഓരോ പാരഗ്രാഫ് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. പോയിന്റുകളൊക്കെ കൃത്യമായിട്ട് വേണം. അത് ഞാൻ അടുത്ത ലെവലിൽ അത് പറയാം. നിങ്ങൾക്ക് എടുക്കാവുന്ന സമയം 10 മിനിറ്റ് ആണ്. 15 വരെ ആണ് നിങ്ങൾക്ക് എടുക്കാവുന്ന അപ്രോക്സിമേറ്റ് ടൈം. അതിൽ കൂടുതൽ എടുക്കുമ്പോൾ അപ്പുറത്തെ പാരഗ്രാഫോ എസ്സേ എഴുതാൻ സമയമില്ലാണ്ടായിരിക്കും. സോ മേക്ക് 10 മിനിറ്റ്സ് ഫോർ യുവർ റൈറ്റിംഗ് എക്സാം. എക്സാം എഴുതുന്ന സ്ട്രക്ചർ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഇൻട്രൊഡക്ഷൻ ടു ദ ഓതർ ഫസ്റ്റ് സെന്റൻസ്. ഇൻട്രൊഡക്ഷൻ, ഓതറിനെ പറ്റിയിട്ടൊക്കെ ഉള്ള ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ എഴുതുക ആദ്യ സെന്റൻസ്. ഇത് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നേരത്തെ എഴുതി വെക്കാവുന്നതാണ്. എസ്സേ പാരഗ്രാഫ് എഴുതാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുടെ ഇൻട്രൊഡക്ടറി സെന്റൻസ് നിങ്ങൾക്ക് നേരത്തെ നോട്ട്സിൽ എഴുതി വെക്കാവുന്നതാണ്. അത് 2-3 പ്രാവശ്യം വായിച്ചിട്ട് പോയാൽ അത് ഏകദേശം ബൈഹാർട്ട് പഠിച്ച പോലെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തുടക്കത്തിൽ വളരെ എളുപ്പമുണ്ടാവും. തുടങ്ങാൻ എളുപ്പമായിരിക്കും. ഈ തുടങ്ങൽ ഒരു വലിയ പ്രശ്നം എപ്പോഴും. ഇപ്പൊ നേരത്തെ നിങ്ങൾ പഠിച്ചൊരു സെന്റൻസ് ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഈസിയർ ഫോർ യു ടു മേക്ക് എ ബിഗിനിങ്. ദെൻ ഇൻട്രൊഡക്ഷൻ ടു ദ ടെക്സ്റ്റ്. നിങ്ങൾ ഒരു ചാപ്റ്റർ ഓതർ ഇൻട്രൊഡ്യൂസ് ചെയ്തു, അയാൾ ടെക്സ്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, ആൻഡ് ഓൾസോ ദ ക്വസ്റ്റ്യൻ. ഇപ്പൊ നമ്മൾ ഈ ചോദ്യം പഠിച്ചിട്ടുണ്ട്. അതിന്റെ നെറേറ്റീവ് സ്റ്റൈലാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ ഓതറെ പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ടെക്സ്റ്റിനെ പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യുക, പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നരേറ്റീവ് സ്റ്റൈൽ ആയതുകൊണ്ട് നരേറ്റീവ് സ്റ്റൈൽ എന്താണെന്ന് പറഞ്ഞിട്ട് അതിനെ പറ്റി ഒരു സെന്റൻസ് എഴുതുക. അങ്ങനെ 3 സെന്റൻസ് എഴുതുമ്പോൾ ഇൻട്രൊഡക്ഷന്റെ ആദ്യത്തെ ഭാഗമായി. അടുത്തത് ഡെഫിനേഷൻ, എക്സ്പാൻഷൻ, എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നരേറ്റീവ് സ്റ്റൈൽ എന്താണെന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും ഈ ചോദ്യമാണ് ചോദിക്കുന്നെങ്കിൽ. അപ്പൊ അതാണ് ഡെഫിനേഷൻ എന്ന് പറയുന്നത്. അത് എന്താണ് നരേറ്റീവ് സ്റ്റൈൽ എന്നുള്ളതിനെ പറ്റി ഒരു ഡെഫിനേഷൻ 2 സെന്റൻസിൽ നമുക്ക് എഴുതാം. പിന്നെ നിങ്ങൾ 3 പോയിന്റ് ആണ് സാധാരണ ഒരു പാരഗ്രാഫിൽ എഴുതുക. ആ 3 പോയിന്റിൽ 2 മുതൽ 3 സെന്റൻസ് വരെ എഴുതാവുന്നതാണ്. ആ 3 പോയിന്റ് എന്തൊക്കെയാണ് നിങ്ങൾ നേരത്തെ ഐഡന്റിഫൈ ചെയ്ത് വെക്കണം. അതിൽ കൂടുതൽ എഴുതേണ്ട ആവശ്യമില്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്ന പല കാര്യങ്ങളും എഴുതണമെന്നില്ല. ആൻഡ് എ കൺക്ലൂഷൻ. ഒരു സെന്റൻസ് കൺക്ലൂഷൻ ആയിരിക്കും. അങ്ങനെ ഈ ഒരു പാരഗ്രാഫിന്റെ സ്ട്രക്ചർ ഏകദേശം 10 മുതൽ 12 സെന്റൻസ് വരെ ആയിരിക്കും ഒരു പാരഗ്രാഫിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. അതിൽ ഈ ഒരു പാറ്റേൺ ആണുള്ളത്. യാതൊരു കാരണവശാലും ഒരു പാരഗ്രാഫ് എഴുതുമ്പോൾ അതിനെ 2 എണ്ണമായിട്ട് മാറ്റരുത്. ഒരു പാരഗ്രാഫ് എന്ന് വെച്ചാൽ ഒറ്റ പാരഗ്രാഫ് ആയിരിക്കണം. അതിൽ ഡിവിഷൻ ഇല്ല. കണ്ടിന്യൂസ് ആയിട്ട് എഴുതുക. അതിൽ തടുക്കുക എവിടെയെങ്കിലും ഡിവൈഡ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. നൗ എസ്സേ ക്വസ്റ്റ്യൻ. എസ്സേ ക്വസ്റ്റ്യൻ 2 എണ്ണമാണ്. 30 മാർക്കാണ്. 30 മാർക്ക് 15 മാർക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം
നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് essay ക്വസ്റ്റ്യൻ അല്ലേ വെച്ചിട്ട് നമ്മൾ 5 മാർക്കിനകത്ത് കൊടുക്കാം. ഞങ്ങളൊക്കെ ഏറ്റവും മിനിമം മാർക്ക് എത്രയാണ് വെച്ചാൽ 0 ഇടുക. സിനിമാ കഥയൊക്കെ എഴുതുന്ന എസ്സേകൾ ധാരാളമായിട്ട് വായിക്കാറുണ്ട്. അതിനൊക്കെ 0 മാർക്ക് തന്നെ ഇടുക. പിന്നെ 15 മാർക്കുള്ള essay ക്വസ്റ്റ്യൻ അല്ല അതിന് തുടക്കത്തിൽ 5 മാർക്ക് ഇട്ടേക്കാന്ന് ആരും വിചാരിക്കില്ല. ഒരു ആവറേജ് essay, പാസ് മാർക്കിന്റെ essay നമ്മൾ ഇടുന്നത് 6 മാർക്കാണ്. 50% കൊള്ളാം എന്ന് തോന്നിയാൽ 7.5 മാർക്കുള്ളൂ. ഫസ്റ്റ് ക്ലാസ് ആണ് നമുക്ക് തോന്നുകയാണ് 60% മെറിറ്റ് ഉണ്ട് തോന്നുന്നത് 9 മാർക്കുള്ളൂ. ഈ 6ന്റെ 9ന്റെ ഇടയ്ക്കാണ് മിക്ക എസ്സേക്കും മാർക്ക് വരിക. 9ന്റെ മേലേക്ക് കടക്കാൻ വലിയ പ്രയാസമാണ്. 10, 11 വരെ പോവാം. 12 വരെ ഇട്ട എസ്സേസ് ഉണ്ട്. പക്ഷെ അത് അത്ര ഔട്ട്സ്റ്റാൻഡിങ് ആയിരിക്കണം. നിങ്ങൾക്ക് അങ്ങനെ ഒരു എസ്സേ എഴുതാൻ പറ്റുമോ എല്ലാവർക്കും ഒന്നും എനിക്ക് അറിയില്ല. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും വലിയ കുഴപ്പമില്ലാതെ ഒരു 9, 10 ഒക്കെ വാങ്ങാവുന്നതാണ്. ഒരു ആവറേജിന്റെ മുകളിൽ എഴുതുമ്പോൾ നമ്മൾ 10 മാർക്കൊക്കെ നോർമലി കൊടുക്കും. അറ്റംപ്റ്റ് ഓൺലി 2 ക്വസ്റ്റ്യൻസ്. ഒരു കാരണവശാലും അധികമായിട്ട് എസ്സേ എഴുതരുത്. നിങ്ങളത് എഴുതൂല എന്ന് എനിക്കറിയാം. ഞാനത് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ദെൻ സ്റ്റിക്ക് ടു ടൈം. ടൈം സ്റ്റിക്ക് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 40 മിനിറ്റ് ആണ് നിങ്ങളുടെ സമയം. ഒരു 5 മിനിറ്റ് അലവൻസ് എവിടെയും എടുക്കാം. പക്ഷേ മുമ്പത്തെ ചോദ്യങ്ങളൊക്കെ സമയബന്ധിതമായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ എസ്സേക്ക് നിങ്ങൾ സമയം ഉണ്ടാവും. 40 മിനിറ്റ് കൊണ്ട് എസ്സേ തീർക്കാൻ ശ്രദ്ധിക്കണം. നിങ്ങൾ എഴുതേണ്ട ലെങ്ത് എന്ന് പറയുന്നത് 3.5 പേജാണ്. 3 പേജ് എന്ന് പറഞ്ഞാൽ ഒരു പേജ് ഒരു പുറമാണ്. 18 വരിയുള്ള ഒരു സൈഡ്. അങ്ങനെ 18, 36, 54 പേജ് വരിയാണ് നിങ്ങൾ ഏകദേശം എഴുതുക. അതിന്റെ അര പേജ് കൂടി എടുക്കും. ഒരു 8 വരി കൂടി എടുക്കും. ഒരു 60 വരിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. 60 വരി. ഒരു വരിയിൽ നമ്മൾ നോർമലി 6 വാക്ക് എഴുതും. അങ്ങനെ 350 വാക്കാണ് നിങ്ങൾ ആവറേജ് എഴുതുന്നത്. അപ്പോൾ 3.5 പേജ് മുതൽ 4 പേജ് വരെ പരമാവധി. അതിനുള്ളിൽ എസ്സേ ചുരുങ്ങണം. തീരെ ചെറുതായി പോയാലും മാർക്ക് കുറയും. ഭയങ്കരമായിട്ട് പരത്തി പറഞ്ഞാലും നമുക്ക്, പക്ഷേ നമ്മളെ ടെക്സ്റ്റുകളൊക്കെ ചെറുതാ, അതിൽ അത്രയൊക്കെ എഴുതാനുള്ളൂ. നേരെ വെച്ചൊരു നോവലൊക്കെ പഠിക്കുന്നത് വെച്ചാൽ നമുക്ക് കുറേ എഴുതി വിടാൻ പറ്റും. ഒരു നാടകം ഫുള്ളായിട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും. നിങ്ങളുടെ ടെക്സ്റ്റുകൾ ചെറുതാ, അപ്പൊ അതിൽ അത്രയും എഴുതാൻ പറ്റും, അത്രയും എഴുതാൻ പാടുള്ളൂ. സോ ഇതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ഒരു പാരഗ്രാഫാണ്. അതിൽ ഇൻട്രൊഡക്ഷനിൽ ഓതർ ഇൻട്രൊഡക്ഷൻ വേണം, ടെക്സ്റ്റിന്റെ ഇൻട്രൊഡക്ഷൻ വേണം. ഇവിടെയൊക്കെ നമുക്ക് കൂട്ടാവുന്നതാണ്. ഓതർ ഇൻട്രൊഡക്ഷൻ 1 എന്നുള്ള പാരഗ്രാഫിൽ 1 ഇവിടെ 2 ആക്കാം. ടെക്സ്റ്റിന്റെ ഇൻട്രൊഡക്ഷൻ 2 ആക്കാം. ക്വസ്റ്റ്യന്റെ അത് ഡെഫിനിഷൻ അതൊക്കെ കൂട്ടി എഴുതും. പിന്നെ നമ്മൾ എസ്സേയിൽ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ 3 പോയിന്റ് തന്നെയാണ് എസ്സേയിൽ നമ്മൾ എഴുതുക, അല്ലെങ്കിൽ 4 പോയിന്റ് എഴുതാം. ഈ 4 പോയിന്റിന്റെ ഈ സമ്മറി ഇൻട്രൊഡക്ഷനിൽ വേണം. ഇതാണ് എൻ്റെ ആർഗ്യുമെന്റ് എന്ന് ഇൻട്രൊഡക്ഷനിൽ പറയണം. പിന്നെ ഓരോ പോയിന്റും ഓരോ പാരഗ്രാഫായിട്ട് ഇലാബറേറ്റ് ചെയ്യും. അങ്ങനെ ഒരു 4 പാരഗ്രാഫ് എഴുതുമ്പോൾ അല്ലെങ്കിൽ 5 പാരഗ്രാഫ് എഴുതുമ്പോൾ നിങ്ങൾ എസ്സേ ആയി. ലാസ്റ്റിൽ കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഒന്നിക്കൽ നിങ്ങൾക്ക് ലാസ്റ്റ് പാരഗ്രാഫിന്റെ കൂടെ തന്നെ ഒരു 1-2 സെന്റൻസിൽ കൺക്ലൂഷൻ എഴുതാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് പാരഗ്രാഫ് ആയിട്ട് ചെറിയ കൺക്ലൂഷൻ, അതൊരു 3-4 വരി, 2-3 സെന്റൻസേ പരമാവധി കൺക്ലൂഷൻ ഉണ്ട്. കൺക്ലൂഷൻ പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയായിരുന്നു എന്ന് നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്നാണ് എഴുതുന്നത്. അതായത് ഇപ്പൊ നരേറ്റീവ് ടെക്നിക്കാണ് ഇപ്പൊ നമ്മൾ പഠിച്ച ലെസൺ എസ്സേ ചോദിക്കുന്നെങ്കിൽ നമ്മൾ പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് ആണ്, പ്ലെയിൻ നരേറ്റീവ് ആണ്, അങ്ങനെയൊക്കെയാണ് നമ്മൾ ആർഗ്യുമെന്റ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ടുണ്ടാവുക. അപ്പൊ കൺക്ലൂഷനിൽ പറയുന്നത് so you can easily understand that this particular text has a descriptive narration, it is a subjective tone, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് ആ കൺക്ലൂഷൻ ഭാഗത്ത് നമുക്ക് പറയാവുന്നതാണ്. അതായത് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോയിന്റ്സ് ഒന്നുകൂടെ നമ്മൾ കൺക്ലൂഷനിൽ റിപ്പീറ്റ് ചെയ്യും. പക്ഷെ കൺക്ലൂഷനിൽ പറയുമ്പോൾ നമ്മൾ തെളിയിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് നമ്മൾ ഇത് ഇത്രയും കാര്യങ്ങളുണ്ട് എന്ന് പറയുന്ന രീതിയിലാണ് കൺക്ലൂഷൻ എഴുതുക. ആൻഡ് റിഫ്ലക്ട് ഓൺ ദ ക്വസ്റ്റ്യൻ. ഈ എസ്സേ ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ ഒരു ചെറിയ വ്യത്യാസം മറ്റേ എന്നുള്ളത് എന്താ വെച്ചാൽ ഒന്ന് ആലോചിക്കണം എന്തൊക്കെ എഴുതേണ്ടത്. അതായത് നിങ്ങൾക്ക് എഴുതി കഴിഞ്ഞിട്ട് ഒരു പുതിയ പോയിന്റ് കിട്ടിയിട്ട് ഒരു കാര്യമില്ല, അല്ലെ എഴുതി തീരാനാകുമ്പോൾ ഒരു പുതിയ പോയിന്റ് കിട്ടിയിട്ട് കാര്യമില്ല. സോ ജസ്റ്റ് റിഫ്ലക്ട് ഓൺ ദ ക്വസ്റ്റ്യൻ ഫോർ എ മിനിറ്റ് ഓർ മേ ബി 30 seconds. എന്നിട്ട് നിങ്ങൾ എന്തൊക്കെ എഴുതാൻ പോകുന്നു വെറുതെ എവിടെയെങ്കിലും കുറിച്ചിടാം. സോ പ്ലാൻ ബിഫോർ ബിഗിനിങ് ആൻഡ് ഫിനിഷ് ഇൻ ടൈം. ഒരിക്കലും അന്തം വിട്ട് എഴുതി കളയരുത്. നിങ്ങൾ ഒരു എസ്സേ ഗംഭീരമായിട്ട് എഴുതിയാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു 9 എന്നുള്ളതിന് പകരം 10 മാർക്ക് കിട്ടുകയായിരിക്കും, അല്ലെ 11 മാർക്ക്. 2 മാർക്കിന്റെ വ്യത്യാസമാണ് നിങ്ങൾ ഒരു കാര്യം ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് എഴുതിയുണ്ടാവുക. അങ്ങനെ എഴുതിക്കൊണ്ട് അടുത്ത എസ്സേ ക്വസ്റ്റ്യൻ വിട്ട് കഴിഞ്ഞാൽ 9 മാർക്ക് പോയില്ലേ, അപ്പൊ നിങ്ങൾക്ക് ലാഭമില്ല. അപ്പൊ കഴിയുന്നത്ര എല്ലാ ഉത്തരങ്ങളും എഴുതുന്ന കുട്ടിക്കാണ് മാർക്ക് കൂടുതൽ കിട്ടുക. അതല്ലാണ്ട് 3 ആൻസർ ഗംഭീരമായിട്ട് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും നല്ല മാർക്ക് കിട്ടില്ല. അപ്പൊ എല്ലാ ക്വസ്റ്റ്യനും ഒരു ആവറേജ് പെർഫോമൻസിൽ എഴുതാൻ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് എസ്സേ ക്വസ്റ്റ്യൻ എഴുതാൻ ശ്രദ്ധിക്കുക. എസ്സേ ഒരു കാരണവശാലും വിടരുത്. എല്ലാ ഭാഗവും ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഭാഗം വീക്ക് ആയാൽ ഒരു ടീമിന്റെ മൊത്തം പെർഫോമൻസ് ബാധിക്കും. ഇപ്പൊ ഫോർവേഡ് കളിക്കുന്ന ആൾക്ക് ഗോൾ അടിക്കാൻ അറിയില്ലെങ്കിൽ ആ ടീം തോക്കും. നല്ല ഗോളി ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. അതുപോലെ MCQ നന്നായിട്ട് എഴുതാൻ പറ്റി, മറ്റേതൊന്നും എഴുതാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും 10 മാർക്ക് കൂടുതൽ കിട്ടില്ല. സോ യു ഹാവ് ടു പ്ലാൻ ഇറ്റ് അക്കോർഡിംഗ്ലി. ഒരു ഹോളിസ്റ്റിക് ആയിട്ട് കളിക്കാൻ നോക്കുക.
എല്ലാത്തിനെയും നന്നായിട്ട് എഴുതുന്ന തരത്തിലേക്ക് പ്ലേ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, നൗ ഫൈനൽ ടിപ്സ്. നിങ്ങൾ വിചാരിക്കും പോലെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കുട്ടി ഒരു സുപ്രഭാതത്തിൽ ജനിച്ചു വീഴുന്നതല്ല. അത് ഒരുപാട് എഫേർട്ടിന്റെ അതിന്റെ പിറകിലുണ്ട്. ഒരാൾ നന്നായിട്ട് പാട്ട് പാടും, നമ്മൾ ഈ പാട്ട് പാടുന്ന ആളെ മാത്രമേ കാണൂ. അയാൾ അതിന്റെ പിന്നിലെടുത്ത അധ്വാനം, അല്ലെ ആ കുട്ടി അതിന്റെ പിന്നിലെടുത്ത അധ്വാനം നമ്മൾ കാണില്ല. സോ സക്സസ് ഈസ് നോട്ട് എൻ ഓവർനൈറ്റ് ഫിനോമിനൻ. ഇറ്റ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ഓർ ഇറ്റ് ഈസ് അറ്റൈൻഡ് വിത്ത് ലോട്ട് ഓഫ് സസ്റ്റൈൻഡ് എഫേർട്ട്. വളരെയധികം ശ്രമം അതിന്റെ പിറകിലുണ്ട്, അതാരും കാണില്ല. യു ഹോൾഡ് ദ കീ ടു യുവർ സക്സസ്. നിങ്ങളെ സക്സസിന് നിങ്ങൾ മാത്രമാണ് കാരണം. ഇപ്പം ഞാൻ എത്ര നന്നായിട്ട് ക്ലാസ് എടുത്തിട്ടോ യൂണിവേഴ്സിറ്റി എത്ര എളുപ്പമുള്ള ചോദ്യം ഇട്ടിട്ടോ ഒന്നും കാര്യമില്ല. നിങ്ങൾ നന്നായിട്ട് എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് മാർക്ക് കിട്ടൂ. അതുകൊണ്ട് ഇത് അൾട്ടിമേറ്റ്ലി നിങ്ങളാണ്. ഇപ്പൊ പാട്ട് പാടാൻ സ്റ്റേജിൽ കയറ്റുന്നവരെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. സ്റ്റേജിൽ കയറി പാടേണ്ടത് അയാളുടെ മാത്രം ഉത്തരവാദിത്തം. അയാൾ പാടുമ്പോൾ തെറ്റിപ്പോയാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അധ്യാപകനെ കുറ്റം പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ അയാളുടെ ബന്ധുക്കളെയോ വീട്ടുകാരെയോ ഒന്നും പറയാൻ പറ്റില്ല. സോ യു ആർ ഇമ്പോർട്ടൻറ്റ് ടു യുവർ സെൽഫ്. പിന്നെ എനിക്ക് അടുത്തതായിട്ട് പറയാനുള്ളത്, നിങ്ങളെ ഒരു പൊതുവായിട്ട് നിങ്ങളെ പറ്റിയിട്ട് എന്താണ് എൻ്റെ അഭിപ്രായം ചോദിച്ചാൽ എനിക്ക് നല്ലത് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ പല സമയത്തായിട്ട് പറഞ്ഞിട്ടുണ്ട്. മോശമായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾക്ക് പൊതുവായിട്ട് പറയാൻ പറ്റും നിങ്ങൾക്ക് അങ്ങനെ ഒരു വലിയ ഡ്രൈവ് ഒന്നുമില്ല. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത്, ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും എനിക്ക് അങ്ങനെ ഒരു ഡ്രൈവ് ഉണ്ടായത്. എനിക്ക് പഠിച്ച് നന്നാവണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ഒരുപാട് ഞാൻ എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ഞാൻ ഏകദേശം സ്വപ്നം കണ്ട ജീവിതം തന്നെ ഇപ്പൊ ജീവിക്കുകയും ചെയ്യുന്നത്, റിഗ്രറ്റ് ഒന്നുമില്ല. അങ്ങനെ ഒരു ഡ്രൈവ് എൻ്റെ പല കുട്ടികൾക്കും ഇല്ല. ഇങ്ങനെയൊക്കെ തട്ടിയും മുട്ടിയും പോകണം, എന്തെങ്കിലുമൊക്കെ ആവണം എന്നൊക്കെ അല്ലാണ്ട് ഒരു സ്പെസിഫിക് ആയിട്ടൊരു ഡ്രൈവ് ഇല്ലാത്തതാണ് ഒരു പ്രശ്നം ഞാൻ കാണുന്നത്. അപൂർവമായിട്ട് ചിലർക്കൊക്കെ ഞാൻ കാണാറുണ്ട്, പക്ഷെ ജനറലി അതില്ല. അതൊരു ഫുൾ ടൈം കമ്മിറ്റ്മെന്റ് പഠിത്തത്തിന് വേണം. കാരണം പഠിത്തം മാത്രമാണ് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഏറ്റവും അധികം അവസരമുള്ള മേഖല. ലേണിംഗ് ആൻഡ് സ്റ്റഡിങ് ഇസ് എ ഷുവർ ഷോർട്ട് ടു സക്സസ്ഫുൾ കരിയർ ബൈ ലോ ഓഫ് ആവറേജ്. ഇപ്പോൾ കോളേജിൽ രാഷ്ട്രീയം ഗംഭീരമായിട്ട് കൊണ്ടുനടക്കുന്ന കുട്ടികളുണ്ടാവും. അത് മോശമൊന്നുമല്ല, ഞാൻ രാഷ്ട്രീയക്കാരെ എനിക്കങ്ങനെ അവരോട് അതൃപ്തിയൊന്നുമില്ല. പക്ഷെ എത്ര കുട്ടികൾ രാഷ്ട്രീയത്തിൽ കൂടെ നമ്മളെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്കോ കേരള രാഷ്ട്രീയത്തിലേക്കോ വന്നിട്ടുണ്ട്? വളരെ കുറച്ച് കുട്ടികളേ ഉള്ളൂ. കളിക്കാർ ഇഷ്ടം പോലെ നമ്മളെ കോളേജിലുണ്ടാവും. ഏതോ കോളേജിൽ ഒരു 25-30 കുട്ടിക്ക് സ്പോർട്സ് കോട്ടയിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടാവും. അതിൽ എത്ര പേര് മികച്ച കളിക്കാരായിട്ട് മാറുന്നുണ്ട്? NCCയിലുള്ള എത്ര കുട്ടികൾ ഡിഫൻസിൽ നല്ല ജോലി കിട്ടി പോകുന്നുണ്ട്? അതിനേക്കാളൊക്കെ എത്രയോ അധികം കുട്ടികൾ പഠിച്ചിട്ട് നന്നായി പോകുന്നുണ്ട്. അപ്പൊ പഠിക്കുക എന്നുള്ളത് നന്നാവാനുള്ള ഒരു വലിയ അവസരമാണ്. ലോ ഓഫ് ആവറേജ് പ്രകാരം പറയുകയാണെങ്കിൽ മറ്റു മേഖലയിൽ നിന്ന് കയറി വരുന്ന കുട്ടികളെക്കാളും എത്രയോ കൂടുതൽ കുട്ടികൾ പഠിച്ചിട്ട് സക്സസ്ഫുൾ ആയിട്ട് വരുന്നുണ്ട്. സോ പഠനം ഒരു പ്രൂവൺ ട്രാക്കാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെയ്യാം. ഇപ്പൊ മാത്രമേ ചെയ്യാൻ കഴിയൂ. 1-2 കൊല്ലം നിങ്ങളുടെ കയ്യിൽ അതുള്ളൂ, പിന്നെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. യു ക്യാൻ ചേഞ്ച് യുവർ പ്രസന്റ് ടു എ ബെറ്റർ ഫ്യൂച്ചർ. നിങ്ങൾക്ക് ഈ പ്രസന്റ് ഹാപ്പി, നിങ്ങൾ ഈ പ്രസന്റിൽ വളരെ ഹാപ്പി ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, എങ്ങനെ തന്നെ പോട്ടെ. അതല്ല മെച്ചപ്പെടണമെന്നുണ്ടെങ്കിൽ പഠനമാണ് ഒരു മേഖല. വേറെ പല മേഖലകളും ഉണ്ടാവും, പക്ഷെ അത് പറഞ്ഞുതരാൻ എനിക്ക് അറിയില്ല എന്നുള്ളതാണ് സത്യം. ആൻഡ് ഫൈനലി we come to the end of it.